മെട്രിക്സസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ആരെങ്കിലും കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ല എങ്കിൽ അവ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന എലമെൻ്ററി ഓപ്പറേഷൻ ഓർ എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന് കൊടുക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നത് നോക്കാം. സാധാരണ രീതിയിൽ 6 ട്രാൻസ്ഫോർമേഷനാണ് എലമെൻ്ററി ആയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടും. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എഴുതുക. ഒരു 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മറ്റൊരു മെട്രിക്സ് ഞാൻ എഴുതുക. ഇവിടെ നിന്ന് ഈ മെട്രിക്സ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി. എന്ത് ചേഞ്ച് വരുത്തിയാണ് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് വന്നതെന്ന് നോക്കി. അതായത് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1 2 3 ആണ്. സെക്കൻഡ് റോ 4 5 6, തേർഡ് 7 8 9. അപ്പോൾ തേർഡ് റോ 7 8 9 അതുപോലെ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചെയ്തത് ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ സെക്കൻഡ് റോ ബിക്കംസ് ഫസ്റ്റ് റോ ആൻഡ് ഫസ്റ്റ് റോ ബിക്കംസ് സെക്കൻഡ് റോ. അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റോയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത്. അത് നമ്മൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ R1 എന്ന് പറയുന്ന ഫസ്റ്റ് റോയും R2 എന്ന് പറയുന്ന സെക്കൻഡ് റോയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്ത്. ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇൻ്റർചേഞ്ച് ചെയ്യുക. R1 R2 അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ റോ ട്രാൻസ്ഫോർമേഷനാണ്. ഒരു ടൈപ്പിലുള്ള റോ ട്രാൻസ്ഫോർമേഷനാണ്. വേറെ രീതി നോക്കാം. അപ്പോൾ ഇത് തന്നെ നമുക്ക് C എന്ന് പറഞ്ഞ മറ്റൊരു മെട്രിക്സ് ആയിട്ട് നോക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത് വിചാരിക്കും. അപ്പോൾ എനിക്ക് ഈ C എന്ന് പറയുന്ന മെട്രിക്സ് എയിൽ നിന്ന് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലെ എലമെൻറ്റ്സ് ഒക്കെ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്താണ്? 1 4 7 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഈ 2 കോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. അതായത് സെക്കൻഡ് കോളോ തേർഡ് കോളോ. ഇവിടെ 3 6 9 എന്ന് പറയുന്ന തേർഡ് കോളം സെക്കൻഡ് കോളമായി, 2 5 8 എന്ന് പറയുന്ന സെക്കൻഡ് കോളം തേർഡ് കോളമായിട്ട് മാറി. അപ്പോൾ സെക്കൻഡ് കോളവും തേർഡ് കോളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇത് നമ്മൾ സാധാരണ C2 C3 എന്ന് പറയുന്ന 2 കോളത്തെ നമ്മളിങ്ങനെയാണ് എഴുതാറുള്ളത്. അവ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇതാണ് ഒരു കോളം ട്രാൻസ്ഫോർമേഷനുള്ള എക്സാമ്പിളാണ്. പല ട്രാൻസ്ഫോർമേഷനുണ്ട്. ഇതൊരു കോളം ട്രാൻസ്ഫോർമേഷനുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? 2 റോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇവിടെ ഫസ്റ്റും സെക്കൻഡും തന്നെ ആയിരിക്കണമെന്നില്ല. സെക്കൻഡും തേർഡും കൂടെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യില്ല. ഫസ്റ്റും തേർഡും കൂടെ വേണമെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ കോളം നമുക്ക് ഇഷ്ടമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ഈ മെട്രിക്സും ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വലൻ്റ് മെട്രിക്സ് ആണ് ഇതെന്ന് പറയാൻ സാധിക്കും. ഈക്വൽ അല്ല, റോയും അതൊക്കെ മാറുമ്പോഴത്തേക്കിന് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മാറുന്നത് കൊണ്ട് ഇത് ഈക്വൽ മെട്രിക്സ് അല്ല. ഇവിടെ എയും ബി ഇതൊക്കെ നമ്മളെ ഇക്വലൻ്റ് മെട്രിക്സസ് എന്നാണ് പറയുന്നത്. ഇക്വലൻ്റ് മെട്രിക്സ്. അപ്പോൾ എയുടെ 2 ഇക്വലൻ്റ് മെട്രിക്സസ് ആണ് ബിയും സിയും. എങ്ങനെയാണ് ഇക്വലൻ്റ് മെട്രിക്സ് കിട്ടുന്നത്? ട്രാൻസ്ഫോർമേഷൻ നടത്തിയാണ്. ഒന്നിൽ റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഇത് പിന്നെ 2 ട്രാൻസ്ഫോർമേഷൻ നമ്മളിപ്പോൾ പഠിച്ചു. എന്താണ്? റോ ട്രാൻസ്ഫോർമേഷനും കോളം ട്രാൻസ്ഫോർമേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതല്ലാതെ നമുക്ക് മറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ നോക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നെ ഞാൻ അത് തന്നെ എടുക്കുകയാണ്. 1 2 3 നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇപ്പോൾ നമ്മൾ C വരെ D എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതുകയാണ്. E എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് കൂടി ഞാൻ എഴുതുക. 1 4 7 2 5 8 9 18 27. അപ്പോൾ നോക്കി ഇവിടെ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ നടത്തിയെന്ന് നോക്കാം. അതായത് ഇവിടെ ഇപ്പം ഫസ്റ്റ് റോ 1 2 3 തന്നെയാണ്. ഈ D എന്ന് പറയുന്ന എയും ഡിയും എടുക്കാമെങ്കിൽ 1 2 3 തന്നെയാണ് ഫസ്റ്റ് റോ. 7 8 9 എന്ന് പറഞ്ഞാൽ തേർഡ് റോയ്ക്കും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം വന്നത് എവിടെയാണ്? ഇവിടുത്തെ സെക്കൻഡ് റോയും തമ്മിലാണ്. എന്താണ് വ്യത്യാസം വന്നതെന്ന് നോക്കി. നമ്മളിവിടെ സെക്കൻഡ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ ഡബിൾ ഇങ്ങോട്ട് എഴുതി. ഡബിൾ എന്ന് പറയുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താണ് സെക്കൻഡ് റോയ്ക്കാണ് ഇവിടെ ചേഞ്ച് വന്നത്. ഫസ്റ്റിനും സെക്കൻഡിനും തേർഡിനും വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് നമ്മളിങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ എഴുതുന്നത്. 2 times
R2. R2 becomes 2 times R2 എന്ന് പറഞ്ഞാൽ ഇവിടെ R1ഉം R3ക്കും വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് റോയ്ക്കും തേർഡ് റോയ്ക്കും വ്യത്യാസമില്ല. നമുക്കിവിടെ സെക്കൻഡ് റോയുടെ ഡബിൾ ഇവിടെ എഴുതിയാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ, ഇപ്പോഴും 2 കൊണ്ടായിരിക്കണമെന്നില്ല, ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലെ പിന്നെ സെക്കൻഡ് റോ തന്നെ ആയിരിക്കണമെന്നില്ല, തേർഡ് റോ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഒരു റോയെ കംപ്ലീറ്റ് ഒരു നോൺ സീറോ നമ്പർ കൊണ്ട്, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഒരിക്കലും മെട്രിക്സ് ആണ് ഇത്. എന്താണെന്ന് നോക്കിയാൽ 147 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളത്തിന് വ്യത്യാസമൊന്നുമില്ല, 258 സെക്കൻഡ് കോളത്തിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ തേർഡ് കോളം എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കി, തേർഡ് കോളത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം C3 ചേഞ്ചസ്. എങ്ങനെയാണ് C3 കിട്ടിയത് ഇവിടുന്ന്? 3 ടൈംസ് ആണ്. 3 × 3 9, 3 6 18, 3 × 9 27. അപ്പം 3C3 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുതിയ C3 എന്ന് പറയുന്നത് പഴയ C3യെ തേർഡ് കോളത്തെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് നമുക്ക് പുതിയ തേർഡ് കോളം കിട്ടിയെന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അപ്പോൾ ഇത് മറ്റൊരു ഇപ്പം വേറെ 2 ട്രാൻസ്ഫോർമേഷനോട് നമ്മൾ പഠിച്ചു. നേരത്തെ ഒരെണ്ണം പറഞ്ഞായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന റോ ട്രാൻസ്ഫോർമേഷൻ ബൈ ഇൻ്റർചേഞ്ചിങ് എനി 2 റോസ് ഓർ കോളംസ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇഫ് എനി റോ ഓർ കോളം ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ നോൺ സീറോ കോൺസ്റ്റന്റ്, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ പഠിച്ചത്. ഇപ്പോൾ ഇവിടെ 2 അപ്പോൾ മൊത്തം 4 എണ്ണമായി. ഇനി ഒരു ട്രാൻസ്ഫോർമേഷനും കൂടിയുണ്ട്. അപ്പോൾ നമ്മളിവിടെ തന്നെയാണ്, ഇതിലേക്ക് വ്യത്യാസമൊന്നുമില്ല. അവിടുന്ന് ഞാൻ മറ്റൊരു എഫ് എന്ന് പറയുന്നൊരു ഞാൻ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാമെന്ന് വെച്ചു. R1 ചേഞ്ചസ്. ഇവിടെ R1 ഞാൻ ചേഞ്ച് ചെയ്ത് എഴുതാൻ പോവുകയാണ്. എങ്ങനെയാണ്? R1 - 2R2. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാൻ നോക്കാം. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ എഴുതുകയാണ്. എയിൽ നിന്നാണ് നമ്മളിവിടെ വരുന്നത്. എ ആണ് നമ്മുടെ എല്ലാം ബേസ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് എന്ന് കരുതുക. എയിൽ നിന്ന് നമ്മൾ എഫിലേക്ക് വരികയാണ്. എന്താണ് ഇവിടെ ചേഞ്ച് വരുത്തിയത്? ഫസ്റ്റ് റോ -2R2 ആണ്. അപ്പം സെക്കൻഡ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഇവിടെ 4 5 6 ആണ്, അതിൻ്റെ ഡബിൾ എടുത്തിട്ട് R1 നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് മനസ്സിലായി. അപ്പോൾ ഇത് രണ്ടുമാണ് ഫസ്റ്റും സെക്കൻഡ് റോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 വരും. 1 - 8 എന്ന് വരും. 1 - 8. വാട്ട് ഈസ് ദാറ്റ്? -7. 1 - double of this. First row minus double of second row. 2 - double of 5. 2 - 10. What is 2 - 10? -8. അത് നോക്കാം. ഫസ്റ്റ് റോയിൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 2 times സെക്കൻഡ് റോ. ഇതിലെ എല്ലാ എലമെൻറ്റ്സും മാറും. ഈ ഫസ്റ്റ് റോയാണ് മാറുന്നത്, സെക്കൻഡും തേർഡും വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് റോ എങ്ങനെയാണ് മാറുന്നതെന്ന് പറഞ്ഞത് വെറുതെ മാറ്റരുത്, ഈ റൂൾ അനുസരിച്ച് വേണം. R1 - 2R2. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. വാട്ട് ഈസ് 2 times 4? 8. 1 - 8 -7. 2 - 10 -8. 3 - 12 ആണ്. 3 - 12 -9. അപ്പോൾ ഇതാണ് നമ്മളൊരു റോ ട്രാൻസ്ഫോർമേഷൻ കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? നമ്മളെ ഒരു റോയോട് കൂടി മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഇവിടെ നമ്മൾ കുറച്ചിരിക്കുകയാണ്, സബ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കോളത്തിൻ്റെ ഒരു ഇതുപോലെ ഒരെണ്ണം നോക്കാം. എഫ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഞാൻ ഫസ്റ്റ് കോളം അതുപോലെ തന്നെ എഴുതുന്നു 147. സെക്കൻഡ് കോളം അത് തന്നെ എഴുതുകയാണ് 258. തേർഡ് കോളം വ്യത്യാസം വരുത്തി എഴുതുകയാണ്. C3 becomes C3. ഇവിടെ നമ്മൾ C3 + 2C2 ഇങ്ങനെ എഴുതുകയാണെങ്കിൽ എന്താണ് വ്യത്യാസം വരുന്നത് നോക്കാം. എന്ന് പറഞ്ഞാൽ C3ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഇക്വലന്റ് മെട്രിക്സസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് റൂൾ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ചേഞ്ച് ഉള്ളത് C3 തേർഡ് കോളത്തിന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും കോളത്തിന് വ്യത്യാസമൊന്നുമില്ല. അത് 147 258 അതുപോലെ തന്നെ എഴുതി. പിന്നെ തേർഡ് കോളം എങ്ങനെ മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? C3യോടെ കൂടി എന്ന് പറഞ്ഞാൽ ഈ തേർഡ് കോളത്തിൻ്റെ കൂടി ഇതിൻ്റെ സെക്കൻഡ് കോളത്തിൻ്റെ ഡബിൾ അങ്ങോട്ട് സം ചെയ്യാൻ, ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം, വേറൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് സം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി അങ്ങോട്ട് കൂട്ടി എഴുതുക. അപ്പോൾ എന്നാ ഒരു 2 × 2 4 ആണ്. 4 + 3 7 വരും. ഇനി ഇതിൻ്റെ ഡബിൾ ഇങ്ങോട്ട് കൂട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 × 5 10, 10 + 6 16 വരും. ഇതിൻ്റെ 16 ആണ്.
16 + 9 25. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ കോളത്തിനെയോ അതിൻ്റെ മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ സം ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നു. നമ്മളൊരു പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ RI എന്ന് പറയുന്നത് RI ഇൻറ്റു പ്ലസ് K ടൈംസ് RJ എന്നുള്ള നമുക്കത് പൊതുവായിട്ട് വേണേൽ പറയാൻ സാധിക്കും. അപ്പോൾ ഒരു റോയോട് കൂടി മറ്റൊരു റോയുടെ K ടൈംസ് സബ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യുക. K പ്ലസോ മൈനസോ ആവുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുക, അങ്ങനെ കരുതാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ രണ്ട് ട്രാൻസ്ഫോർമേഷനുകൾ നമ്മൾ പഠിച്ചു. ഇപ്പം മൊത്തം 6 ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, 2 റോ അല്ലെങ്കിൽ 2 കോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ, 2 ട്രാൻസ്ഫോർമേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതെങ്കിലും ഒരു റോയോ അല്ലെങ്കിൽ ഒരു കോളമോ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പുതിയ ഒരു ഇക്വലൻ്റ് മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു പൊതുവായിട്ട് പറഞ്ഞാൽ RI ഇൻ്റർചേഞ്ച് വെച്ചു RJ. ഐയും ജെ നമുക്ക് ഇഷ്ടമുള്ള സംഖ്യകളായിട്ട് എടുക്കാം, ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം. ഇവിടെ അതുപോലെ തന്നെ CI ഇൻ്റർചേഞ്ച് വെച്ചു CJ എന്ന് പറയും. ഇവിടെ 2 ഉം 3 ഡിഫറൻറ്റ് ആയതുകൊണ്ട് ഐയും ജെ നമ്മൾ രണ്ടായിട്ട് എടുക്കും. ഇവിടെയാണ് നമുക്ക് എന്നാ പൊതുവായിട്ട് പറയാൻ സാധിക്കും, RI ബിക്കംസ് K ടൈംസ് RI എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ K എന്ന് പറയുന്ന ഏത് സംഖ്യ ആകാം, 2 ആകാം, 1/2 ആകാം, 3 ആകാം, -3 ആകാം, എന്തെങ്കിലും ആകാം. ഇവിടെയും കോളത്തെ നമുക്ക് പറയാം CI ബിക്കംസ് K ടൈംസ് CI തന്നെയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളത്തെയോ അല്ലെങ്കിൽ ഒരു റോയോ നമ്മളൊരു കോൺസ്റ്റൻ്റോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമുള്ള മെട്രിക്സിൻ്റെ ഒരു ഇക്വലൻ്റ് ഫോം കിട്ടും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, എനി റോ or column is multiplied by a constant and added to another row, that is RI becomes RI plus K RJ. വേറൊരു അതിനെ അല്ല മറ്റൊരു റോ എടുത്തിട്ട്, ഇപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് റോയെ വേറൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് സം ചെയ്യും. അതുപോലെ തന്നെ നമുക്കിത് പറഞ്ഞാൽ CI becomes CI plus K CJ. ഇങ്ങനെയുള്ള 6 ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനായിട്ട് മെട്രിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ 6 എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഉള്ളൂ. ഇത് കൂടാതെ 7ാമത് ഒരെണ്ണം ഇല്ല. എന്ന് പറഞ്ഞാൽ 2 കോളം തമ്മിൽ ഡിവൈഡ് ചെയ്യാനോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് സം ചെയ്യാൻ അങ്ങനത്തെ ഒന്നും നമുക്കില്ല. 2 കോളം തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ പാടെ ഈ 6 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള 6 എലമെൻ്ററി ട്രാൻസ്ഫോർമേഷനാണ് ഒരു മെട്രിക്സിനെ സംബന്ധിച്ചുള്ളത്. അത് എന്തിനു വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തുന്നത് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ 6 എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻ റോ ട്രാൻസ്ഫോർമേഷൻ ആകാം, അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷൻ ആകാം. എങ്ങനെയാണ് അതൊന്നുകൂടെ നോക്കാം. RI ഇൻ്റർചേഞ്ച് ടു RJ അല്ലെങ്കിൽ CI ഇൻ്റർചേഞ്ച് ടു CJ. 2 കോളങ്ങൾ അല്ലെങ്കിൽ 2 റോകൾ തമ്മിൽ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 2 ട്രാൻസ്ഫോർമേഷനായി, ഒരു റോ ട്രാൻസ്ഫോർമേഷൻ ഒരു കോളം ട്രാൻസ്ഫോർമേഷനായി. ഇവിടെയാണെങ്കിൽ എന്താണ്, ഒരു റോ എടുത്തിനെ അതിനെ മറ്റൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചേഞ്ച് വരുത്തുന്നു. ഇപ്പോൾ ഒരു റോ ഇവിടെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റും തേർഡും റോ മാത്രം കീപ്പ് ചെയ്തുകൊണ്ട് സെക്കൻഡ് റോ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതുക. ഇവിടെ അതുപോലെ തന്നെ കോളം CI ബിക്കംസ് K ടൈംസ് CI. ഒരു കോളം എടുത്തിട്ട് അതിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ഒരു റോ ട്രാൻസ്ഫോർമേഷൻ ഒരു കോളം ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് റോ ഓപ്പറേഷൻ എന്ന് വേണമെങ്കിലും പറയാം. റോ ഓപ്പറേഷനോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അവസാനമായിട്ട് നമ്മൾ പറയുന്നത് ഇതാണ്, 1 റോ ഈസ് multiplied by a constant and added to another row. ട്രാൻസ്ഫോർമേഷൻ അത് റോ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതുപോലെ തന്നെ കോളം നമുക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു കോളത്തെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു കോളത്തോടുകൂടി സം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോളം ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ മൊത്തം 6 ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി എന്താണ് ഇക്വലൻ്റ് മെട്രിക്സസ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ്, പേയുടെ ഒരു ഇക്വലൻ്റ് മെട്രിക്സ് ആണ് B എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ നമുക്ക് മറ്റൊരു മെട്രിക്സ് കിട്ടി. ഇതിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതിനെയാണ് നമ്മളെ ഇക്വലൻ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇക്വലൻ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇഫ് എ മെട്രിക്സ് ഈസ് ട്രാൻസ്ഫോംഡ് ഇൻറ്റു, ഇറ്റ് ക്യാൻ ബി ഐദർ എ റോ ട്രാൻസ്ഫോർമേഷൻ ഓർ എ കോളം ട്രാൻസ്ഫോർമേഷൻ, then it becomes another matrix. That matrix is called an equivalent matrix of the earlier matrix. ഇപ്പോൾ എന്താണ് ഒരു ഇക്വലൻ്റ് മെട്രിക്സ്, എന്താണ് 6 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ. റോ ട്രാൻസ്ഫോർമേഷൻ 3 എണ്ണം ഉണ്ട്, കോളം ട്രാൻസ്ഫോർമേഷനും 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ പഠിക്കുന്നത്.
അപ്പോൾ എന്താണ് ഒരു ട്രാൻസ്ഫോർമേഷൻ, 6 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ, 3 റോയും റോ ട്രാൻസ്ഫോർമേഷൻ, 3 കോളം ട്രാൻസ്ഫോർമേഷൻ, എന്താണ് ഒരു മെട്രിക്സിൻ്റെ ഒരു ഇക്വലന്റ് മെട്രിക്സ് എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ പഠിക്കും. സോ നെക്സ്റ്റ് ഹെഡിങ് ഈസ് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ആണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇൻവേഴ്സ് ഓഫ്. ഞാൻ 2 മെട്രിക്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. A = 2 3 1 1 2, B = 2 -3 -1 2. നമുക്ക് എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒന്ന് കണ്ടുപോകാം. നമ്മൾ സാധാരണ ഇങ്ങനെ നിരത്തി എഴുതി 1 2 ഇങ്ങനെ എഴുതി, അടുത്ത ബി ഇവിടെ എഴുതി, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അത് നമുക്ക് അറിയാവുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ പ്രോഡക്റ്റ് വരും നോക്കാം. 2 × 2 4 4 -3 1 എന്ന് വരും. 2 × 3 -3 -6 +6 0 വരും. 2 × 1 2 -2 0 വരും. 1 × -3 -3 +4 1 എന്ന്. 1 0 0 1. ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, നമുക്ക് മനസ്സിലായി. IR ബി എ ഒന്ന് കണ്ടു നോക്കാം. തിരിച്ച് 2 -3 -1 2 2 3 1 2. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ആൻസർ വരും നോക്കി. 2 × 2 4 +-3 1 വരും. 2 × 3 6 -6 0 വരും. 2 × -1 -2 +2 0 വരും. -3 +4 1 വരും. അതും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം എന്താ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്? എ ബി എന്ന് പറഞ്ഞ 2 മെട്രിക്സ്. എല്ലായ്പ്പോഴും ഇങ്ങനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണമെന്നില്ല. ഈ എക്സാമിൽ നമുക്ക് എ ബിയും ബി എയും നമുക്ക് കിട്ടിയിരിക്കുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്ക്വയർ മെട്രിക്സ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു പ്രോപ്പർട്ടി വന്നത് തന്നെ. അല്ലെങ്കിൽ എ ബി ബി എ ഒക്കെ തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് തന്നെ ഇല്ല, റെക്ടാങ്കിൾ ആയിരിക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി എ ബി = ബി എ = I എന്ന് കിട്ടി. അപ്പോൾ നമ്മളിത് ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബൈനറി ഓപ്പറേഷനകത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. എ ബിയും ബി എയും കൂടെ, എ ബി എടുത്താലും ബി എ എടുത്താലും ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടണമെങ്കിൽ ബി എ നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറയും. ബി ഈസ് കോൾഡ് ഇൻവേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ബി ഇൻവേഴ്സ് = A. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ബി ആണ്, അല്ലെ ബിയുടെ ഇൻവേഴ്സ് തിരിച്ചും പറയാം, എ ഇൻവേഴ്സ് = ബി എന്ന് പറയാം. അപ്പോൾ എന്താണ് ഒരു ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? സപ്പോസ് വി ഹാവ് എ സ്ക്വയർ മെട്രിക്സ് എ ഓഫ് ഓർഡർ n/n. സ്ക്വയർ മെട്രിക്സ് ആണ്, അപ്പോൾ n/n ആയിരിക്കും. സപ്പോസ് വി ഹാവ് അനദർ മെട്രിക്സ് ബി. സപ്പോസ് വി ഹാവ് എ മെട്രിക്സ് എ ഓഫ് ഓർഡർ n. ഇതിൻ്റെ ഓർഡർ n ആണെന്ന് കരുതുക, n/n. Suppose we have another matrix BA that is also of the order n/n, square matrix. So that their product AB = BA = I, the identity matrix. Then A is called the inverse of B and B is called the inverse of A. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെട്രിക്സ് ആണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയും. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എയും എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. ഇതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് നമ്മൾ മനസ്സിലായി. ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ മറ്റൊരു മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കണം. സോ ദാറ്റ് ദ പ്രോഡക്റ്റ് എ ബി = ബി എ ഷുഡ് ബി ദ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അങ്ങനെയുള്ള മെട്രിക്സിനാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് അതിൻ്റെ എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻവേഴ്സ് ഏതിന് മാത്രമേ ഉള്ളൂ? സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉള്ളത് നമുക്കറിയാം. ഇൻവേഴ്സ് ഉള്ളത് സ്ക്വയർ മെട്രിക്സിനാണ്. ഇപ്പോൾ റെക്ടാങ്കിൾ മെട്രിക്സ് നമുക്ക് ഇൻവേഴ്സ് പറയുക എളുപ്പമല്ല. കാരണം എ ബി = ബി എ തന്നെ ആയിരിക്കണമെന്ന് അവിടെ നിർബന്ധമില്ല. ഇവിടെ ആകുമ്പോൾ സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ എ ബിയും ബി എയും നമുക്ക് കണ്ടുപിടിക്കാം. അത് I വരുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ഇൻവേഴ്സ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം സ്ക്വയർ മെട്രിക്സിന് മാത്രമേ എന്തുള്ളൂ? ഇൻവേഴ്സ് ഉള്ളൂ. അപ്പോൾ നമുക്ക് എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ I കിട്ടിയെങ്കിൽ നമുക്ക് എ ബിയുടെ ഇൻവേഴ്സ് എന്നും ബി എയുടെ ഇൻവേഴ്സ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എക്ക് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ എ ഈസ് കോൾഡ് ആൻ ഇൻവെർട്ടിബിൾ മെട്രിക്സ്. ഇൻവെർട്ടിബിൾ മെട്രിക്സ്. അപ്പോൾ എക്ക് ഒരു ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ഉടനെ പറയാൻ സാധിക്കും എ ഈസ് ആൻ ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ഉള്ള മെട്രിക്സ് ആണ് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എപ്പോഴും കിട്ടാൻ പോകുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. പിന്നെ സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു, ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കൂ. പിന്നെ
ഈ ഇൻവേഴ്സ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഇൻവേഴ്സ് ഓഫ് എ ഈസ് യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിപ്പം എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് ഐ കിട്ടിയെങ്കിൽ നമ്മൾ എയുടെ ഇൻവേഴ്സ് ബി എന്ന് പറയും. ആ ഇൻവേഴ്സ് എന്ന് പറയുന്നത് യുണീക്കാണ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ഇത് തന്നെയാണ്, അല്ലാതെ മറ്റൊരു ഇൻവേഴ്സ് ഇല്ല. ഒറ്റൊരു ഇൻവേഴ്സ് ഒരു മെട്രിക്സിനുള്ളൂ, കാരണം അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ കിട്ടണം. അപ്പോൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, എനി മെട്രിക്സ് ഈസ് യുണീക്ക് എന്ന് പറഞ്ഞാൽ ഏത് വിധത്തിൽ നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാലും ഒരു മെട്രിക്സിന് ഒരു ഇൻവേഴ്സേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടി ഇതാണ്, എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്ന പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതും ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതും സെയിം ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മളെ ഒരു ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിൻ്റെ പ്രത്യേകത നമ്മളൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കൊരു എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഉണ്ട്, മറ്റൊരു മെട്രിക്സ് ബി നമുക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണെങ്കിൽ എയുടെ ഇൻവേഴ്സ് നമുക്ക് ബി എന്ന് പറയാം, അല്ലെ ബിയുടെ ഇൻവേഴ്സ് എ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് അതിന് ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാമെങ്കിൽ അതിന് ഇൻവേർട്ടബിൾ മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നു. എയും എ ഇൻവേഴ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. പിന്നെ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസ് ഓൾവേസ് യൂണീക്ക് ആണ്. അവസാനമായിട്ട് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടി എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് വലിയ അത്യാവശ്യമില്ല, ഇത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് മാത്രം ഒന്ന് എഴുതി വെക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ട്രാൻസ്ഫോർമേഷനെ, എന്താണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ഇത് രണ്ടും നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഇൻവേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടികളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ആ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചത് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ അതിന് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ മറ്റ് ചില പ്രത്യേകതകളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് മെട്രിക്സസ് 1 2 3 4 4 2 2 1 ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 8 4 20 10 എന്ന് കിട്ടും. ഞാനിവിടെ ഇവിടുത്തെ ഫസ്റ്റ് റോ ഡബിൾ ആക്കുവാന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഈ റോയെ നമ്മൾ ഇൻറ്റു 2 എടുക്കുക. അപ്പോൾ നമുക്ക് ഈ റോ മാത്രം ഞാനൊന്ന് ചേഞ്ച് ചെയ്തു. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഡബിൾ ആക്കുക, ബാക്കി വ്യത്യാസം ഒന്നും നമ്മൾ വരുത്തുന്നില്ല. ഈ സെക്കൻഡ് മെട്രിക്സിനെ അതേപോലെ തന്നെ എടുക്കുന്നു. ഫസ്റ്റ് മെട്രിക്സിന് സെക്കൻഡ് റോയ്ക്ക് ഒരു വ്യത്യാസമില്ല. ഇവിടെ ഫസ്റ്റ് റോ മാത്രം നമ്മൾ ഡബിൾ ആക്കും. അപ്പോൾ പ്രോഡക്റ്റിന് വന്ന് വ്യത്യാസം നോക്കിയേ. ഇതായിരുന്നു നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ സെക്കൻഡ് നമ്മുടെ ഫസ്റ്റ് ഇവിടെ ആദ്യത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോയ്ക്ക് മാത്രമേ വ്യത്യാസം വരുത്തിയുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല, ഇതായാലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കി ഇതും ഡബിൾ ആയതായിട്ട് കാണാൻ സാധിക്കും. തിരിച്ച് നമുക്ക് പറയാം. അതായത് നമ്മളിപ്പം 8 4 20 10 ഈ മെട്രിക്സ് കിട്ടി. ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 2 3 4 4 2 2 1 ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. നമ്മൾ തിരിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിച്ചാൽ ഇവിടെ ഞാൻ ഇതിൻ്റെ സ്ഥാനത്ത് 16 8 എന്നങ്ങ് എഴുതുകയാണ്, ബാക്കി വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നതെന്ന് നോക്കിയും. ഇവിടെ 2 4 3 4 4 2 2 1 ഇങ്ങനെ വരും. അതിനർത്ഥം എന്താണ്? നമ്മളിവിടെ ഈ ഒരു മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഡബിൾ ആക്കിയെന്ന് വിചാരിക്കും. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്, ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. നമ്മൾ വേറെ തിരിച്ച് പറയുകയാണ്, ഈ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഡബിൾ ആക്കിയാൽ നമുക്കറിയാം ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇത് കിട്ടുന്നതെന്ന് അറിയാം. ഇവിടെ ഏതിനാണ് വ്യത്യാസം വരുന്നതെന്ന് നോക്കിയാൽ ഇവിടെ ഈ ഫസ്റ്റ് മെട്രിക്സിന് മാത്രമേ വ്യത്യാസം വരുന്നു, സെക്കൻഡ് മെട്രിക്സിന് ഒരു വ്യത്യാസമേ വരുന്നില്ല. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ഉള്ള മെട്രിക്സിന് ഫസ്റ്റ് റോ നമ്മൾ ഡബിൾ ആക്കിയാൽ റൈറ്റ് സൈഡിൽ ഉള്ള മെട്രിക്സിൽ ആദ്യത്തെ മെട്രിക്സിൻ്റെ മാത്രം ഫസ്റ്റ് റോ ഡബിൾ ആകും. ഇവിടുത്തെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ ഡബിൾ ആക്കിയാൽ ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ മാത്രമേ ഡബിൾ ആകുകയുള്ളൂ, സെക്കൻഡ് മെട്രിക്സിനെ ഇത് അഫക്റ്റ് ചെയ്യത്തേയില്ല. നേരെ മറിച്ച് ഇതാണ് നമ്മൾ ഡബിൾ ആക്കുന്നതെങ്കിൽ ഇവിടെ ഡബിൾ ആയതിന് ഇത് നേരത്തെ അതുപോലെ തന്നെ നിന്നാൽ ഇത് ഡബിൾ ആയതിന് എപ്പോഴും സെക്കൻഡ് മെട്രിക്സിൻ്റെ റോയ്ക്കോ കോളത്തിനോ ഒരു വ്യത്യാസവും വരുന്നില്ല. ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ എന്താ ഇവിടെ പഠിച്ചത്? നമ്മളൊരു മെട്രിക്സിൻ്റെ ഒരു റോയ്ക്ക് വ്യത്യാസം വരുത്തിയാൽ
അപ്പോൾ നമ്മളിവിടെ ഇത് സി എന്ന് പറയുന്ന മെട്രിക്സ് ഇത് എയും ബിയുമാണ്. സിയുടെ റോയ്ക്ക് വ്യത്യാസം വന്നാൽ ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സിനെ അഫക്റ്റ് ചെയ്യുള്ളൂ, ബിയെ അഫക്റ്റ് ചെയ്യത്തേ ഇല്ല. കാര്യം മനസ്സിലായല്ലോ. സി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഏതെങ്കിലും ഒരു റോ, ഫസ്റ്റ് ആകാം സെക്കൻഡ് ആകാം തേർഡ്, ഏതെങ്കിലും ഒരു റോയ്ക്ക് വ്യത്യാസം വരുത്തിയാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണമെന്ന് അറിയാം. മൾട്ടിപ്ലൈ ആണെങ്കിൽ ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാന്ന് പറയാം. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ എല്ലാ എലമെൻറ്റിനെയും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ കറസ്പോണ്ടിങ് റോയ്ക്കുള്ള വ്യത്യാസം ഇവിടെ ഫസ്റ്റ് മെട്രിക്സിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. അതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് ഈ റോയിലാണ് നമ്മളിവിടെ ആദ്യം റോ ഇൻറ്റു കോളം എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യത്യാസം പറഞ്ഞാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റോയ്ക്ക് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ. അതാണ് അതിൻ്റെ കാരണം. ഇനി നമുക്ക് കോളത്തിന് വ്യത്യാസം വരുന്ന ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ മെട്രിക്സ് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. ഇവിടെ ഞാൻ ഈ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളം എടുക്കുകയാണ്. അത് ഞാൻ ഹാഫ് ആക്കി, എന്നാൽ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്ന് പറഞ്ഞാൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്തപ്പോൾ ഈ ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റ് കോളത്തിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇവിടെ ഡബിൾ ആക്കിയാൽ അല്ലെങ്കിൽ പകുതിയാക്കിയാൽ ഇവിടെ എന്താവും? പകുതിയാവും. ഡബിൾ ആക്കുകയായിരുന്നെങ്കിൽ ഇവിടെ ഡബിളായി. ഇതാണ് നമ്മൾ ഡബിൾ ആക്കിയിരുന്നെങ്കിൽ ഇത് ഡബിൾ ആയിരുന്നു, ഇത് ഹാഫ് ആക്കിയിരുന്നെങ്കിൽ ഇത് ഹാഫ് ആയിരുന്നു. തിരിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മുടെ 8 4 20 10 എന്ന് പറയുന്ന ഈ മെട്രിക്സ് നമുക്ക് കിട്ടണമെങ്കിൽ ഏതൊക്കെ മെട്രിക്സ് ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്? 1 2 3 4 4 2 2 1. അതിനുശേഷം നമ്മൾ പറയുകയാണ് ഇവിടെ 4 10 4 10. ഇവിടെ വ്യത്യാസമൊന്നുമില്ല, 1 2 3 4. ഇവിടെ എന്താണ്? 2 1 2 1. അതായത് നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടുന്നത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടുന്നത് നമുക്കറിയാം. അങ്ങനെ ഇരിക്കും. നമ്മൾ ഈ ഫസ്റ്റ് കോളം എടുക്കുകയാണ്. ഇവിടെ നമ്മൾ റോയുടെ കാര്യം പറഞ്ഞു, ഇനി റോ ഇല്ല, കോളത്തിൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഈ കോളം ഫസ്റ്റ് കോളം നമ്മൾ ഹാഫ് ആക്കി, അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പകുതിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മെട്രിക്സിന് ഒരു വ്യത്യാസവും വരുന്നില്ല. പക്ഷേ വ്യത്യാസം വരുന്നത് എവിടെയാണ്? ഈ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഇവിടെ ഫസ്റ്റ് കോളമാണ്, ഇവിടെ ഫസ്റ്റ് കോളത്തിന് വ്യത്യാസമാണ്. ഇവിടെ സെക്കൻഡ് കോളം എടുത്തിരുന്നെങ്കിൽ ഇവിടെ സെക്കൻഡ് കോളത്തിന് ഇവിടെ എന്ത് വ്യത്യാസം വരുന്നോ അത് തന്നെ വന്നത്. ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? C = AB എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ഇവിടെ കോളത്തിലാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോളം കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി. അതേ കറസ്പോണ്ടിങ് ചേഞ്ച് എവിടെയാണ് വരുന്നത്? ഇവിടെ ഈ കോളത്തിലായിരിക്കും വരാൻ പോകുന്നത്, അല്ലാതെ ഇതിനെ അഫക്റ്റ് ചെയ്യത്തേയില്ല. ഇവിടെ നമ്മൾ തിരിച്ചാണ് പറഞ്ഞത്. ഇവിടെ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. റോയിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ ഇവിടുത്തെ റോയെ അഫക്റ്റ് ചെയ്യും, ഇവിടുത്തെ ഒന്നും അഫക്റ്റ് ചെയ്യത്തേയില്ല. ഇവിടെ തിരിച്ചാണ്. കോളത്തിലാണെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരും, കോളം ട്രാൻസ്ഫോർമേഷൻ. ഇവിടെയും ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്തിയാൽ ഇവിടെ കോളം ട്രാൻസ്ഫോർമേഷൻ നടത്തിയെങ്കിൽ ഇവിടെ സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളം ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കാൻ പോകുന്നത്, ഫസ്റ്റിനെ അഫക്റ്റ് ചെയ്യുക. ഇവിടെയാണ് റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് വ്യത്യാസം വരും, സെക്കൻഡിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത്. മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അത് ആവശ്യമായിട്ട് വരും. അടുത്തായിട്ട് നമ്മൾ ഒരു ഇൻവേഴ്സ് ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് എന്താ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ദർ പ്രോഡക്റ്റ് ഈസ് ഐ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എയുടെ ഇൻവേഴ്സ് ബി എന്നും ബിയുടെ ഇൻവേഴ്സ് ഐ എന്നും നമ്മൾ പറയും. ഇനി നമ്മൾ ട്രാൻസ്ഫോർമേഷൻ നടത്തി ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് വരികയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു മെട്രിക്സ് ഇവിടെ കണ്ടുപിടിക്കണം, രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ഐ ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഇൻവേഴ്സ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നമ്മൾ നേരത്തെ പഠിച്ച റോ ട്രാൻസ്ഫോർമേഷൻ, രണ്ട് തരത്തിലുള്ള 6 ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു. അതിൽ 3 റോ ട്രാൻസ്ഫോർമേഷൻ, 3 കോളം ട്രാൻസ്ഫോർമേഷനാണ്. റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം നടത്തി നമുക്ക് എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാമെന്നാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്. നമുക്ക് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം നടത്തി എന്ന് പറഞ്ഞാൽ R1 becomes R2, R1 becomes K times R1, അല്ലെങ്കിൽ R1 becomes R1 plus R2 എന്തൊക്കെ പറഞ്ഞ് നമ്മൾ ചില ട്രാൻസ്ഫോർമേഷൻ പഠിച്ചായിരുന്നു. ഇപ്പോൾ റോ ട്രാൻസ്ഫോർമേഷൻ മാത്രം നടത്തി നമുക്ക് എങ്ങനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാവുന്ന അതിൻ്റെ ടെക്നിക്ക് എന്താണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രോബ്ലം നോക്കാം. നമുക്കൊരു മെട്രിക്സിൻ്റെ സ്ക്വയർ മെട്രിക്സ് ആയി ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എയെ നമുക്ക് ഐ എന്ന് എഴുതാൻ സാധിക്കും. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു എനി മെട്രിക്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മളിവിടെ ചില റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണെന്ന് വിചാരിച്ചു. റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. എന്നിട്ട് നമ്മളിതിനെ ചില റോ ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തിയിട്ട് നമ്മളൊരു ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് ഇതിനെ കൊണ്ടുവരികയെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇതിൽ ഏതിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെയാണോ രണ്ടാമത്തേതാണോ? ആദ്യത്തേന് തന്നെയാണ്. ഇവിടെ എന്ത് റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാലും ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ റോയ്ക്ക് ചേഞ്ച് വരുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരുന്നു. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 1 0 0 1 ആവും. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഈ 1ഉം ഒക്കെ മാറിപ്പോകും, വേറെ മെട്രിക്സ് ആയിട്ട് മാറും. അപ്പോൾ അതൊരു മെട്രിക്സ് ബി ആയെന്ന് കരുതുക. അപ്പോൾ എയ്ക്ക് ഒരു വ്യത്യാസവും ഇവിടെ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ എയ്ക്ക് ഒരു വ്യത്യാസവും വരുന്നില്ല. നമ്മൾ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താ ഇവിടെ ചെയ്യുന്നത്? എ ചില റോ ട്രാൻസ്ഫോർമേഷനൊക്കെ സീക്വൻസ് കുറേ എണ്ണം നമ്മൾ ഒരു 3 തരത്തിലുള്ള റോ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു. അത് പല റോയ്ക്കും അപ്ലൈ ചെയ്ത് സീക്വൻസ് ഓഫ് റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നമ്മൾ ഇതിനെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് മാറ്റുകയാണെന്ന് വിചാരിച്ചു. ഇപ്പം സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഇങ്ങനെ, തേർഡ് ഓർഡർ ആണെങ്കിൽ 1 0 0 0 1 0 0 0 1 എന്ന് പറയുന്ന ഓർഡർ അനുസരിച്ച്. അപ്പോൾ ഇതിനെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തി ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഉണ്ടായിരുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സിനെ നമ്മൾ അതിൻ്റെ റോ ഇല്ല ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ മാറിയിട്ട് അത് ബി ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഇനിയും കിട്ടുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കണമെന്നില്ല. എയ്ക്ക് ഒരു വ്യത്യാസം ഇവിടെ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ വരത്തില്ല. അപ്പോൾ നോക്കിയേ ഇവിടെ എന്താണ് കിട്ടിയിരിക്കുന്നത്? I = BA എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് എന്നപ്പോൾ ഏതായിരിക്കും? എയുടെ ഇൻവേഴ്സ് ബി ആയിരിക്കും. കാരണം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടിയില്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തി ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യം നമ്മൾ എഴുതേണ്ട തന്നിരിക്കുന്ന മെട്രിക്സിനെ I × A എന്ന് പറഞ്ഞ് നമ്മൾ എഴുതാം. അപ്പം അതാണ് അതിൻ്റെ മെത്തേഡ്. ടെക്നിക്ക് ഓർത്തിരിക്കുന്ന ടെക്നിക്ക് ഇതാണ്. എ എന്ന് പറയുന്ന മെട്രിക്സിനെ IA എന്ന് എഴുതി. അതിന് ശേഷം ചില റോ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് ഇവിടെ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. റോ ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ഈ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കണമെന്നില്ല, ഒന്നിലധികം സീക്വൻസ് ഓഫ് റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുകയാണ്. നടത്തിയിട്ട് നമ്മൾ ഇതിനെ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുന്നു. ഈ രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നു. അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം 1 0 0 1 എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ തേർഡ് ആണെങ്കിൽ ആ രീതിയിൽ തേർഡ് ഓർഡറിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ നടത്തിയ റോ ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇവിടുത്തേതിനെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ. കാരണം റോ ആയതുകൊണ്ട്. കോളം ആയിരുന്നെങ്കിൽ ഇപ്പുറത്തന്നെ അഫക്റ്റ് ചെയ്തതിന് ഇതിനെ അഫക്റ്റ് ചെയ്യുകയല്ലേ. അപ്പോൾ ഇത് എന്തായിട്ട് മാറി? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്നുള്ളത് മാറി ഇവിടെ ഒരു മറ്റൊരു മെട്രിക്സ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടിയെങ്കിൽ എയുടെ ഇൻവേഴ്സ് ഏതായിരിക്കും? ബി ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, തന്നിരിക്കുന്ന മെട്രിക്സിനെ IA എന്ന് പറയുന്ന രൂപത്തിലേക്ക് I × A എന്ന് പറയുന്ന രൂപത്തിൽ എഴുതുക. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്? അപ്ലൈ എ സീക്വൻസ് ഓർ റോ ട്രാൻസ്ഫോർമേഷൻ ടു A until it becomes a unit matrix. Then we get I becomes another matrix B, and there will not be any change to the second matrix. Then we get I = BA. Then B is called inverse of A എന്നാണ്. ഇപ്പോൾ ഈ രീതി നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമുക്ക് കോളം ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് inverse of a matrix using column transformation. അതെന്താണെന്ന് നോക്കാം. ഇവിടെയും സ്റ്റെപ്പിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അതിന് വ്യത്യാസമുള്ളത് നമ്മൾ ഇങ്ങനെയാണ്. A എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിരിക്കുകയാണ്. അതിനെ കോളം ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നടത്താവുള്ളൂ, റോ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടത്തരുത്. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ A × I എന്ന് എഴുതാൻ സാധിക്കും. കാരണം ഏതൊരു മെട്രിക്സിനെയും യൂണിറ്റ് മെട്രിക്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. A = A എന്ന് I എന്ന് എഴുതും. നമ്മളിവിടെ A = A × I എന്ന് നമ്മൾ എഴുതുകയാണ്. അതിനുശേഷം നമ്മൾ ചില കോളം ട്രാൻസ്ഫോർമേഷൻ എയ്ക്ക് കൊടുക്കുകയാണ്. കോളം ട്രാൻസ്ഫോർമേഷൻ ഒരു സീക്വൻസ് ഒന്നിലധികം ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ ഇതിനെ നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളിവിടെ കോളം ട്രാൻസ്ഫോർമേഷൻ ആണ് നടത്തുന്നതെങ്കിൽ എ ആണോ ഫസ്റ്റിനെയാണോ മെട്രിക്സിനെയാണോ സെക്കൻഡ് മെട്രിക്സിനെയാണോ അഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. തീർച്ചയായിട്ടും സെക്കൻഡ് മെട്രിക്സിനെ കോളം ട്രാൻസ്ഫോർമേഷൻ നടത്തിയാൽ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? എക്ക് വ്യത്യാസമൊന്നുമില്ല. എ അതുപോലെ തന്നെ ഏത് ട്രാൻസ്ഫോർമേഷൻ കോളം ട്രാൻസ്ഫോർമേഷൻ നടത്തിയാലും വ്യത്യാസമൊന്നുമില്ലാതെ വരും. I becomes another matrix called B. Then what will we get? I = AB. A × B = I എന്ന് കിട്ടും. അപ്പോൾ എയുടെ ഇൻവേഴ്സ് ഏതാണ്? A ഇൻവേഴ്സ് =
ബി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യം? ഇവിടെ രണ്ട് കാര്യമാണ് നമ്മൾ കോളം ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ആദ്യം എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞു വേണം എഴുതാനായിട്ട്. അതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കോളം ട്രാൻസ്ഫോർമേഷൻ അല്ലേ, അപ്പോൾ ഇപ്പുറത്താണ് ഐ വരേണ്ടത്. ഇവിടെയാണെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഇവിടെ ആദ്യം ഐ എഴുതുക, ഇവിടെ രണ്ടാമത് ഐ എഴുതുക. അത്രയും ശ്രദ്ധിച്ചാൽ. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ എ സീക്വൻസ് ഓഫ് കോളം ട്രാൻസ്ഫോർമേഷൻസ്, എ സീരീസ് ഓഫ് കോളം ട്രാൻസ്ഫോർമേഷൻ ടു the left hand side matrix A until it becomes a unit matrix. Then there will not be any change in the first matrix. There will be a corresponding change in the second matrix. A unit matrix will become another matrix called B. Then finally we will get I is equal to A into B. Therefore the inverse of A is B. A inverse is equal to B. അപ്പോൾ ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണ് A is equal to AI, apply a sequence of column transformation until we get I is equal to AB, then A inverse is equal to B. ഇതാണ് നമുക്ക് തിയറിറ്റിക്കലായിട്ടുള്ള മെത്തേഡ്. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.